മമ്മൂക്ക ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന, അങ്ങനെ 100% ആ പറയുന്ന വാക്കിനോട് നീതി പുലർത്തിയ രീതിയിൽ തന്നെയാണ് മമ്മൂക്കയെ ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മമ്മൂക്കയും വിനായകനും ഒക്കെ വന്നിട്ടുള്ള ഒരു റോൾ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വിനായകന്റെ ഒക്കെ ഒരു കോംബോ എങ്ങനെയുള്ളതാണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഈ ഒരു സിനിമയിൽ, അല്ലെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമാ ജീവിതത്തിന് അപ്പുറത്തേക്ക് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം മമ്മൂക്ക പണ്ട് മുതലേ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഈ മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം ബാധിച്ചതിന് ശേഷം, മമ്മൂക്ക വീണ്ടും അതിൽ നിന്ന് റിക്കവറായി വന്നതിന് ശേഷം, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു ദൈവീകത ഉള്ളതുപോലെ ആ മമ്മൂക്ക ദൈവമായി മാറുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം കളിയാക്കി പറഞ്ഞൊന്നുമല്ല, ദൈവതുല്യനായിട്ടാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് ആ വീട്ടിൽ മണിക്കൂറുകളോളം ആ വീടിൻ്റെ ആ ഒരു സ്ലാബും കട്ട